നമസ്കാരം. 2 ദിവസങ്ങൾക്ക് മുൻപ് മറുനാടൻ മലയാളി ചാനൽ ചീഫ് എഡിറ്റർ ശ്രീ ഷാജൻ സ്കറിയ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയ വിവരം ഈ ഷാജൻ സ്കറിയ തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ നമ്മളെ അറിയിച്ചിരുന്നു. അദ്ദേഹം VD സതീശനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന 1-2 ചിത്രവും അതിനോടൊപ്പം ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: തൃശ്ശൂരിൽ നടക്കുന്ന നഴ്സുമാരുടെ സമരം നമുക്ക് എല്ലാവർക്കും അറിയാം. നഴ്സുമാരുടെ കഷ്ടപ്പാടിനെ പറ്റി, ആ സമരത്തെ പറ്റിയൊക്കെ കുറേ നാളുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, നമ്മളെയൊക്കെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ സമരം ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ എന്ന അവസാന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരനെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ശ്രീ VD സതീശൻ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ ശ്രമിച്ചു. കുറച്ച് സമയം ഒന്ന് കാണാനുള്ള ഒരു ചാൻസ് കിട്ടി. അദ്ദേഹം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ നഴ്സുമാരുടെ വിഷയം സംസാരിക്കാൻ വേണ്ടിയാണല്ലോ ചെന്നത്, അതുകൊണ്ടായിരിക്കാം കുറച്ച് സമയം കണ്ടെത്തി ഇവരുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു. ആ സംഭവം അതോടെ കഴിഞ്ഞു. നമുക്കാണെങ്കിലും മുഖ്യമന്ത്രിയെ കാണാൻ ഒരു ചാൻസ് കിട്ടിയെങ്കിൽ, അദ്ദേഹവുമായി ഒരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാൻ ചാൻസ് കിട്ടിയെങ്കിൽ അതിൻ്റെ ഒരു ചിത്രവും കുറിപ്പും ഒക്കെ നമ്മുടെയുമൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ നമ്മളുമൊക്കെ പങ്കുവയ്ക്കുന്നവരാണ്. അതിനകത്ത് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല ഉള്ളത്. നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു, നമുക്ക് കിട്ടിയ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതൊക്കെയാണ് അതിന് അടിസ്ഥാനം. ഇതൊരു വാർത്തയാക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ സംശയം അതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട്, വളരെ ഗൗരവമുള്ള ഒരു വാർത്തയായിട്ട് അവർ അവതരിപ്പിക്കുകയാണ്. യൂട്യൂബർ ഷാജൻ സ്കറിയ ശ്രീ VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ദുരൂഹതയുണ്ട്. ഇത് ആരോപിക്കുന്നു ഒരു കോൺഗ്രസ് നേതാവ്. അനൂപ് VR എന്ന കോൺഗ്രസ് നേതാവ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ അനൂപ് VR എന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു വെച്ച് അതൊരു പ്രധാനപ്പെട്ട വാർത്തയാക്കി, പ്രധാന മണിക്കൂറിലെ ഒരു വാർത്തയാക്കി റിപ്പോർട്ടർ ചാനൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ആ കൂടുതൽ വിവരങ്ങളുമായി ഇന്ന് റിപ്പോർട്ടർ ചേരുന്നുണ്ട്. പറയൂ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ സാഹചര്യം എന്തായിരുന്നു? കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം എന്തായിരുന്നു? എന്താണ് സംസാരിച്ചത്? ഇതിലെ ദുരൂഹത എന്താണ്? എന്താവശ്യമാണ്? എന്തിനാണ് കണ്ടതെന്നും എങ്ങനെയാണ് കാണാൻ സാധിച്ചതെന്നും ഒക്കെ ഒരാൾ ഫേസ്ബുക്ക് പേജിൽ തൻ്റെ കുറിപ്പിലൂടെ അറിയിച്ചു കഴിഞ്ഞു. അതൊരു വലിയ കാര്യമാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ ഇവർ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ പോലും ഇത്രയും വർഗീയവാദിയാക്കിയത്, അല്ലെങ്കിൽ ഇത്രയും വർഗീയത വിളമ്പാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് മറുനാടൻ മലയാളി എന്ന ചാനലാണ്, ഷാജൻ സ്കറിയ എന്ന വ്യക്തിയാണ്. ഷാജൻ സ്കറിയ കാരണമാണെന്ന് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി വർഗീയത പറയുന്നത് ഷാജൻ സ്കറിയ കാരണമാണെന്ന്, അതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് മറുനാടൻ മലയാളിയാണെന്ന്. എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്. ഈ ഷാജൻ സ്കറിയ വിചാരിച്ചാൽ ഇവിടുത്തെ വർഗീയത ഇല്ലാതാവുമോ? അല്ലെങ്കിൽ തന്നെ അദ്ദേഹം എപ്പോഴാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടില്ല. മുസ്ലിം വിരുദ്ധതയാണ് പറയുന്നത് അത്രയും. ഇതിപ്പോ എനിക്കും നേരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമർശനമാണിത്. മുസ്ലിം വിരുദ്ധ ചാനലാണ്. മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു വാർത്ത എടുക്കുമ്പോൾ ഇപ്പോൾ അത് ഹിന്ദു ആണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിം ആണോ എന്ന് നോക്കി വാർത്ത ചെയ്യേണ്ട ഒരു ഗതികേട്, അതെന്തൊരവസ്ഥയാണെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മളൊരു വാർത്ത വരുമ്പോൾ അതിൽ ആരാണ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്, അതിലെ പ്രതിയാക്കപ്പെട്ട ആളുടെ ജാതി ഏതാണ്, മതം ഏതാണെന്നല്ല നോക്കുന്നത്. ആ വിഷയം എന്താണ്? പ്രസക്തിയുള്ള ഒരു വിഷയമാണ്, സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. ചില വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോകൾ ചെയ്യുമ്പോൾ അതിൽ പ്രതികളാകുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളായി പോകുന്നത് അത് തികച്ചും യാദൃശ്ചികമായിരിക്കാം. അതാരും മനഃപൂർവ്വം തിരഞ്ഞെടുത്തല്ല അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശ്രീ ഷാജൻ സ്കറിയയുടെ കാര്യം. എനിക്ക് വ്യക്തിപരമായിട്ട് കൂടി അറിയാവുന്ന കാര്യമാണ്. ആ ഒരു വിഷയത്തിൽ അദ്ദേഹം അവിടെ മുസ്ലിം സ്റ്റാഫുകളെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണ്. മുസ്ലിങ്ങളെ രക്ഷപ്പെട്ടുകൂടാ എന്ന് വിചാരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കണ്ടുകൂടാത്ത ആളാണെങ്കിൽ തൻ്റെ സ്റ്റാഫുകളിൽ മുസ്ലിങ്ങളെ എടുക്കാൻ അദ്ദേഹം തയ്യാറാകുമോ? അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് മറുനാടൻ മലയാളി. ആഷിഖ് ബിൻ അബ്ദുൽ ലത്തീഫ് എന്ന് പേരുള്ള വ്യക്തി, യുവാവ്, എൻ്റെ കൂടെയും അവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു എഡിറ്ററാണ്, ജേർണലിസ്റ്റാണ്, ആങ്കറാണ്, എല്ലാം ചെയ്യും, ക്യാമറമാനാണ്, എല്ലാം ചെയ്യും. ഈ ആഷിഖ് എന്ന് പറയുന്ന മുസ്ലിം യുവാവുമായിട്ട് നിന്നുകൊണ്ടൊരു ഫോട്ടോ അദ്ദേഹം കഴിഞ്ഞ ബക്രീദിനോ മറ്റോ ഒന്ന് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതേ ഓർമ്മയുള്ളൂ. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ, വന്ന പൊങ്കാല, ഒരുത്തനെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. നാട്ടുകാരുടെ മുന്നിൽ ഞാൻ മുസ്ലിം വിരുദ്ധനല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഒന്നും ആവശ്യം അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല കേട്ടോ. അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് സ്റ്റാഫ് ഇപ്പോഴും അവിടെ ഉണ്ട്. ജാതി മതവും നോക്കിയൊന്നുമല്ല അങ്ങേര് മനുഷ്യരോട് പെരുമാറുന്നതും അവിടെ ജോലി കൊടുക്കുന്നതും ഒന്നും. അപ്പോൾ ഞാനാണെങ്കിലും വേറെ ആരാണെങ്കിലും ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് സംസാരിക്കുമ്പോൾ ഇവൾ ഏത് ജാതിയാ, ഇവൾ ഏത് പാർട്ടിയാ, ഏത് പാർട്ടിയാണെന്നും അറിയില്ല, ഏത് ജാതിയാണ്, ഏത് മതമാണെന്നൊന്നും അറിയില്ലെങ്കിൽ പോലും അങ്ങനെ സംസാരിച്ചേക്കും. ഇവൾ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവൾ വർഗീയവാദിയാണ്, വർഗീയതയാണ് ഇവൾ പ്രചരിപ്പിക്കുന്നത്, ഇവള് സംഘിണിയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ആരായിരുന്നു കുറ്റം പറഞ്ഞാലും സംഘിണി, അല്ലെങ്കിൽ ഇപ്പോൾ കൊങ്ങിണി, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അല്ലാതെ ഒരു മനുഷ്യൻ ഇരുന്ന് ന്യായമായിട്ടുള്ള കാര്യം സംസാരിക്കുന്നു എന്ന രീതിയിൽ ചിന്തിക്കാൻ പരമാവധി ആളുകൾക്കും പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് ഈ റിപ്പോർട്ടറിലെ വാർത്ത കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്.
അത് എടുത്തു പിടിച്ചൊരു കുറിപ്പ് അനൂപ് വിയാർ എന്ന ആൾ എഴുതിയിട്ടുണ്ട്. ആ ഒരു കൂടിക്കാഴ്ച ദുരൂഹമാണ്. എന്ത് സന്ദേശമാണ് ഈ കൂടിക്കാഴ്ച ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഈ സർക്കാർ അധികാരത്തിലെത്താൻ വേണ്ടി പ്രവർത്തിച്ച സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ ചാൻസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറുനാടൻ മലയാളി എന്ന ചാനലിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയ VD സതീശനെ കണ്ടത്? അവിടെ ചെന്നു, മുരളീധരനെ കണ്ടു. ആ സമയത്ത് മുഖ്യമന്ത്രി അവിടെ ഉണ്ടെന്നറിഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പൊ നാട്ടുകാരൊക്കെ ചെന്ന് കാണുന്നില്ലേ? എത്രയോ ആളുകൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഈ ഷാജൻ സ്കറിയ ചെന്നപ്പോൾ എങ്ങനെ ഉണ്ടായി? അപ്പൊ ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിന്റെ പ്രശ്നമല്ലേ? മഞ്ഞപ്പിത്തം ഉള്ളവൻ നോക്കുന്നതെല്ലാം മഞ്ഞ നിറത്തിൽ കാണുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സിലൊരു മാലിന്യം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നതിലെല്ലാം ആ മാലിന്യത്തിന്റെ അംശം കാണും. അത് നമ്മുടെ പ്രശ്നമാണെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. അദ്ദേഹം ഒരു നല്ല കാര്യത്തിനാണ് അവിടെ ഇടപെട്ടത്. പിന്നെ ജാസ്മിൻ ഷായെ കുറിച്ച് നല്ലതും മോശവും പറയുന്നവരൊക്കെ ഉണ്ട്, അതൊക്കെ അവരവരുടെ കാര്യം, അല്ലെങ്കിൽ അയാളെ സംബന്ധിക്കുന്ന കാര്യം വേറെ. പക്ഷെ ഷാജൻ സ്കറിയ ചെന്നത് എന്തിനു വേണ്ടിയാണ്? നേഴ്സുമാരുടെ സമരം സംബന്ധിച്ച്, അവരുടെ ജീവിതത്തെ, അത്താണിയെ സംബന്ധിച്ചുള്ള കാര്യത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ എന്ന കാര്യം ആരായുന്നതിന് വേണ്ടിയാണ് ചെന്നതെന്ന് അദ്ദേഹം നമ്മളോട് തുറന്നു പറഞ്ഞു. പിന്നെ അദ്ദേഹം എവിടെങ്കിലും ബോംബ് വയ്ക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണോ അവിടെ ചെന്ന് സംസാരിച്ചത്? അങ്ങനൊന്നും അല്ലല്ലോ. അപ്പൊ എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ് ആവശ്യമില്ലാതെ മനുഷ്യരുടെ സമയം മെനക്കെടുത്തുന്നത്? ആവശ്യമില്ലാതെ നല്ല പ്രധാനപ്പെട്ട വാർത്തകൾ കൊടുക്കേണ്ട സമയത്ത് എന്തുമാത്രം വാർത്തകളുണ്ട്. ക്യാമറ ഒന്ന് തിരിച്ചു നോക്കിയാൽ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കൊക്കെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഞങ്ങളെ ഒന്നും പോലെ പരിമിതമായ സാഹചര്യങ്ങളല്ല നിങ്ങൾക്കുള്ളത്. നാട്ടിൽ മുഴുവൻ റിപ്പോർട്ടർമാരുണ്ട്, ഇഷ്ടംപോലെ ക്യാമറയുണ്ട്, അതെല്ലാ സാങ്കേതിക വിദ്യകളും ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ജനങ്ങളുടെ കഷ്ടപ്പാട് പൊതുമധ്യത്തിൽ എത്തിക്കൂ, അല്ലെങ്കിൽ യാതനകൾ, അവർ നേരിടുന്ന അനീതികളെയൊക്കെ പൊതുമധ്യത്തിൽ എത്തിക്കൂ. അതിനൊക്കെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കൂ. മറ്റവർ അവരെ ചെന്ന് കണ്ടു, അപ്പോൾ പറഞ്ഞത് വർഗീയതയായിരിക്കും. സതീശന്റെ ചെവിയിൽ ചെന്ന് വർഗീയത ഓതിക്കൊടുക്കാനായിരിക്കും ഷാജൻ സ്കറിയ പോയത്. ഷാജൻ സ്കറിയ പറയുന്നത് കേട്ടിട്ട് വേണമല്ലോ സതീശന് ചെയ്യാൻ. ഈ പറഞ്ഞതുപോലെ മോദി ഇവിടെ റെയ്ഡിന് ആളെ വീഡിയോ വിട്ടത് സതീശൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അബദ്ധമാണ് ഈ പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാധ്യമങ്ങൾ അവരവരുടെ ധർമ്മങ്ങൾ ഓർത്ത് ഒരു എത്തിക്സ് കീപ്പ് ചെയ്ത് അവരവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് രാഷ്ട്രീയ ദുരുദ്ദേശങ്ങളെ ഇപ്പോൾ വന്നു എന്നുള്ളൂ, രാഷ്ട്രീയ അജണ്ടകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വ്യക്തികളെയും സംഭവങ്ങളെയും ഒക്കെ ഇപ്പോൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു അപകടത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. കാരണം എല്ലാ മുൻവിധികളോടെ ആയിരിക്കും പിന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ സാധാരണപ്പെട്ട ഒരു ജനങ്ങളുടെ മനസ്സിൽ പോലും ചിലരുടെയെങ്കിലും മനസ്സിലൊരു സംശയം ഇങ്ങനെ ഉയരും. ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ, വർഗീയത തുപ്പുന്ന ഒരു ചാനലാണിത്. അപ്പോൾ ഈ ചാനലിൻ്റെ ചീഫ് എഡിറ്റർ അവിടെ ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താ? ഇവർ തമ്മിൽ സംസാരിച്ചത് എന്തായിരിക്കും? അപ്പോൾ മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഷാജൻ സ്കറിയ അവിടെ ചെന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള വേണ്ടാത്ത ചിന്തകളിലേക്ക് കുറേയെങ്കിലും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചു വിടാൻ നിങ്ങളുടെയൊക്കെ ചാനലിന് കഴിയുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു നേട്ടമായിട്ട് നിങ്ങൾ കരുതരുത്. സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്തമില്ലായ്മയായിട്ട് വേണം കണക്കാക്കാൻ. നിങ്ങൾ തിരുത്തേണ്ട ഒരു തെറ്റായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. ഞാൻ എത്രയോ വാർത്തകൾ ഇപ്പോൾ എടുക്കുമ്പോൾ അത് വേണ്ടാന്ന് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്നറിയാമോ? കാരണം അത് എടുക്കുമ്പോൾ അതിലൊരു മുസ്ലിമാണ്, ഒരു മുസ്ലിം നാമധാരിയാണ് അതിൽ പ്രതിയായിട്ട് വരുന്നതെങ്കിൽ, ആ കേസിൽ പ്രതിയായിട്ട് വരുന്നതെങ്കിൽ, പിന്നീട് എനിക്ക് കേൾക്കേണ്ടി വരുന്നത് മറ്റു പലതുമാണ്. ഞാൻ ഉണ്ടാക്കിയ വാർത്ത, ഞാൻ എന്തോ അന്തരീക്ഷത്തിൽ നിന്നൊരു വാർത്ത ചമച്ചെടുത്ത് പറയുന്നത് പോലെയാണ്, ഞാൻ എന്തോ വൈരാഗ്യം തീർക്കാൻ വേണ്ടി സംസാരിക്കുന്നത് പോലെയാണ്, എനിക്കൊരു പ്രത്യേക സമുദായത്തോട് ദേഷ്യമുള്ളത് പോലെയാണ് നിങ്ങളുടെയൊക്കെ സംസാരം, പലരുടെയും സംസാരം. അങ്ങനെയല്ല. എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. പ്രശ്നങ്ങളും കുറ്റകൃത്യങ്ങളും ഇല്ലാത്ത ഒരു നാടാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്വപ്നം. എന്തെങ്കിലും വിമർശിക്കേണ്ട ഒരു കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ ജാതിയും മതവും നോക്കാതെയാണ് നമ്മളൊക്കെ വിമർശിക്കുന്നത്. അത് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സെൻസിലെടുക്കാൻ ഈ കേൾക്കുന്നവർക്കുമാകണം.